അത് കാര്യം ഇവിടെ പോഷ് സെന്ററിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വരുന്ന സമയത്ത് അവര് ഈ അവരുടെ കൺട്രോൾ എൻവയൺമെന്റിൽ നമുക്ക് ട്രാക്ക് ഡേ ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ഓടിച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത് പറയാൻ പറ്റിയത്. ചിലപ്പോൾ ഇനി വരുമ്പോൾ ഓടിച്ചു നോക്കിയിട്ട് മാറും. പക്ഷെ ഒരിക്കലും അതൊരു ഇലക്ട്രിക് ഹൈബ്രിഡ് കാർ ആയിരിക്കില്ല. ഇലക്ട്രിക്കിനോട് താല്പര്യം ഒരിക്കലുമില്ല. ഇല്ലല്ലേ അത് അതെ, അത് ഞാനിപ്പോ എന്നെ ഈഷാദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ എഴുതിയ ഒരു കോമന്റ് എനിക്ക് ഭയങ്കര കൃത്യമായിട്ട് തോന്നി. ഇപ്പൊ ഇറങ്ങുന്ന പല കാറുകളെയും നമുക്ക് ട്രാവൽ പോർട്സ് എന്ന് വിളിക്കാം. ഇറ്റ്സ് നെവർ എ കാർ അല്ലേ. നമുക്ക് ഒരിക്കലും നമ്മളൊരു കാറെന്നും ഡ്രൈവിംഗ് എന്നും ഒക്കെ പറയുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഫീലും ഒരിക്കലും ഒരു ഇലക്ട്രിക് കാറിന് തരാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു BYD ഉണ്ട്, ഐ മീൻ ലൈക്ക് ഒരു ഇലക്ട്രിക് കാറുണ്ട്. അത് ഞാൻ എടുത്ത് ഓടിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഡ്രൈവിങ്ങിൽ നമുക്ക് കിട്ടുന്ന ചില നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് പോകുവാൻ ഉപയോഗിക്കുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതിനേക്കാൾ ഡ്രൈവിംഗിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പൊട്ട മൂഡാണെങ്കിൽ എൻ്റെ ഒരു നല്ല ഡ്രൈവിന് അത് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നെ. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഞാൻ അത്യാവശ്യം സ്പീഡിൽ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഞാൻ റാഷ് ഡ്രൈവ് ചെയ്യാറുണ്ട്.